ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നിഹാ ഫ്രോക്ക് ഡിസൈൻസ്. നിഹാ ഫ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക്കും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നമുക്ക് പുറമേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭയമാണ് അല്ലേ. ഒരുപാട് പേര് അങ്ങനെ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയാം, നമ്മൾ മക്കൾക്കൊക്കെ നല്ല ഉഷാറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, പക്ഷെ പുറമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭയമാണ്. അതിന് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. പിന്നെ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് പുറമേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് മാത്രമല്ല, നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ കിട്ടുന്ന ആ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം നമ്മൾ ചെയ്ത ഒരു വർക്ക് ഉഷാറായിട്ടുണ്ട് എന്ന് കസ്റ്റമർ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല താല്പര്യമായിരിക്കും പുറമേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമുക്ക് ഒരു ഏണിങ്സും കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡാണ് നമ്മൾ സ്റ്റിച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ഫീൽഡ് ഏണിങ്സ് മാത്രമല്ല, ചില ആൾക്കാർക്ക് ചെറുപ്പത്തിലേ ഉണ്ടാവും അതിനോടൊരു അറ്റാച്ച്മെൻറ്റ്. ഡ്രസ്സിൽ ഡിസൈനുകൾ ചെയ്യാനായാലും അതേപോലെ തന്നെ മോഡൽ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിടാനൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഉമ്മമാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തായിരിക്കും ചെയ്യുക. പിന്നെ നമുക്ക് തോന്നും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നുമ്പോഴാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊരു ഏണിങ്സ് ആക്കി പുറത്തേക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സ്റ്റിച്ചിങ് അറിയാം. നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ ഉഷാറായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ഫിറ്റാണ്, മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത്. പക്ഷേ നമുക്ക് നല്ലപോലെ സ്റ്റിച്ചിങ് അറിയാം എന്നുള്ളത്, അതായത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ആണ് ആദ്യം നമുക്ക് വേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ആം ഹോളായാലും നെക്കായാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പുറമേക്ക് ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ എന്ത് ചെയ്ത് പഠിച്ചിറങ്ങിയ സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ, നമുക്ക് ക്ലോത്തിനെ കുറിച്ചിട്ട് ഒന്നും അറിയൂല. അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലും ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലങ്ങൾ എടുക്കുക എന്നുള്ളത് അല്ല. നമ്മൾ ഒരു ദിവസം 2-3 വർക്കുകളൊക്കെ ചെയ്ത് ഓരോ തെറ്റുകളും നമ്മളിങ്ങനെ തിരുത്തി വരിക. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ബിഗിനേഴ്സൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബോഡിയിൽ നിന്നും അളവെടുക്കുക. എന്തായാലും ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കങ്ങനെ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നൊന്നും ഓർഡർ കിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നൈബേഴ്സോ കസിൻസോ പിന്നെ അങ്ങനെ അടുപ്പുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് ഓർഡേഴ്സ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഫ്രോക്കാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിക്ക് ഒരു അളവ് എന്തെങ്കിലുമൊക്കെ അവർ തരിക. പിന്നെ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് മാത്രം സീം അലവൻസ് കൊടുത്താൽ മതി അല്ലേ. അതൊക്കെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ്, അതായത് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളതാണ് ഒരു ഡ്രസ്സിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കുന്നത് വരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഫിറ്റാവോ ലൂസാവോ എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഫ്രോക്കോ എന്തെങ്കിലും അളവിന് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഫ്രോക്കും ഈ നമ്മൾ തയ്ച്ച ഫ്രോക്കും ഒക്കെ വെച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയ്ക്ക് വരും ഇത് കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉഷാറാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം നമ്മൾ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഭയം ഉണ്ടാവും. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു പേടിയുണ്ടാവും. അതുമാത്രമല്ല, നമുക്കല്ലല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്, പുറമേക്ക് ഒരാൾക്കല്ലേ. പക്ഷേ ആ ഒരു പേടി വിചാരിച്ച്, ആ ഒരു ഭയം വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കൊരിക്കലും അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടാനുള്ള വഴി നമ്മൾ കണ്ടെത്തൂല. ആദ്യം വേണ്ടത് നമുക്ക് കോൺഫിഡൻസ് ആണ്. നമ്മൾ ഉഷാറായിട്ട് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻ്റ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഡ്രസ്സൊക്കെ തരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. പിന്നെ അതുമാത്രമല്ല, ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക, നമുക്ക് ചെയ്യുന്നേക്കാൾ ഉഷാറായിട്ട് നമ്മൾ പുറമേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നുള്ള ആ ഒരു തോട്ട് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഉഷാറായിട്ട് തന്നെ നമുക്ക് ചെയ്യുന്നതിനേക്കാൾ ഉഷാറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡും കൂടെ, ഫ്രോക്കൊക്കെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ബാൻഡ്, ക്ലിപ്പ്, ബാക്കിൽ എന്തായാലും ബട്ടർഫ്ലൈ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉഷാറായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത് മാത്രമല്ല, കസ്റ്റമേഴ്സിനെ ഒരുപാട് ഹാപ്പി ആക്കുന്ന കാര്യങ്ങളാണ് ഹെയർ ബാൻഡ്, ബാക്കിൽ ബട്ടർഫ്ലൈ, അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം ബിഗിനേഴ്സുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എപ്പോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ അളവിനേക്കാൾ കൂടുതൽ ഒരു 1/2 ഇഞ്ച്, ടോട്ടൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, ലൂസ് ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഡ്രസ്സ് കൂടുതൽ ലൂസല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു മിനിമം ലൂസ് ഇട്ട് കൊടുക്കുക. ഇത്തിരി ലൂസാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ടൈറ്റായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒരുപാട് പണികൾ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫ്രോക്കൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ ആ ഒരു അളവ് തന്നെ നമ്മൾ വേസ്റ്റിലേക്ക് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴും മക്കൾക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്ക് ബാഡ് റിവ്യൂവും കാര്യങ്ങളൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളിതിൽ ബിഗിനേഴ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെയൊക്കെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കസ്റ്റമേഴ്സ് നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരില്ല എന്ന് പറയരുത്. നമ്മൾ ആദ്യം ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ യൂട്യൂബിലോ പിന്നെ സ്റ്റിച്ചിങ് പരമായി അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്, അപ്പോൾ അവരുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക, ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ പുറമേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല, എനിക്ക് പേടിയാണ്, എന്തായാലും അത് കൊളായി പോവും എന്നൊക്കെ വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിചാരണ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് തന്നെ ചിലപ്പോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ചെയ്ത് കൊടുത്താലല്ലേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ ഒരിക്കലും വിട്ട് കളയരുത്. കറക്റ്റായിട്ട് ഓർഡറും കാര്യങ്ങളും ഒക്കെ എടുക്കുക. കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എന്താണോ ആ ഒരു ഡ്രസ്സിൽ ഇൻക്ലൂഡ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങളെല്ലാം ചെയ്യുക. ഫസ്റ്റ് ടൈം ഒരു 4-5 ഓർഡറുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങളെന്ന് മാത്രമല്ല, എല്ലാവരും ഇപ്പോൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്ത് എക്സ്പീരിയൻസ് ആയ ആളുകൾ വരെ ആ ഒരു രീതിക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നല്ല ഭയമായിരിക്കും. ഇനിയിപ്പോൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്തു, അപ്പോൾ ഉഷാറായി, പക്ഷെ എന്നാലും രണ്ടാമത് വരുന്ന ഒരു കസ്റ്റമർ നമുക്ക് ഡ്രസ്സ് തരുമ്പോൾ നമുക്ക് അതിലും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, പാളോ എന്നുള്ള കാര്യം. പക്ഷേ നമ്മളതും ഉഷാറാക്കിയിട്ട് ചെയ്തു കൊടുക്കും. എന്നാലും മൂന്നാമത്തതിന് നമുക്ക് വേണ്ട, കാരണം നമ്മൾ സെപ്പറേറ്റ് ആളുകൾക്കല്ലേ ചെയ്ത് കൊടുക്കുന്നത്, ഒരാൾക്ക് തന്നെ അല്ലല്ലോ. ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയുക, കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ ഉഷാറായില്ലേ, പ്രാവശ്യത്തല്ലേ കൊളായിട്ടുള്ളൂ എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ആൾക്കാർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ചെയ്ത് കൊടുക്കാണ്ടിരിക്കരുത്. നമ്മൾ ഉഷാറായിട്ട് തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുക. നല്ല എന്താ പറയുക, നല്ല പോലെ ചിന്തിച്ച് നമ്മൾ സാവധാനം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുക. കട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത്. കാരണം നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, തയ്യൽ തുമ്പ് അങ്ങനെ കൊടുക്കണോ, തയ്യൽ തുമ്പ് ഇങ്ങനെ കൊടുക്കണോ, അത്ര ലെങ്ത്ത് വേണം ബോഡി പാർട്ടിന്, ഇത്ര ലെങ്ത്ത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുകൾ നമുക്ക് ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ മറികടന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എല്ലാവർക്കും ഫസ്റ്റ് ടൈം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ഭയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കങ്ങനെ എയിം ആവുമ്പോൾ നമുക്കത് എന്ത് ചെയ്യും, പിന്നെ ഏത് കസ്റ്റമർ നമുക്കറിയാത്ത മോഡലാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിലും നമുക്കത് മേടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ നമ്മളത് ഉഷാറാക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ കസ്റ്റമർ കയ്യിൽ നിന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ വാങ്ങുക, ഉഷാറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെക്കിൻ്റെ കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മിനിമം ആവറേജ് കുട്ടികൾക്ക് വരെ നമ്മൾ 2 ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 ഇഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു 5-6 വയസ്സ് വരെയൊക്കെ നമുക്കൊരു 1.5, അതായത് മാർക്കിങ് 1.5 കൊടുക്കണം. ഇപ്പോൾ ഈ മാർക്കിങ്ങും പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 2 ഇഞ്ച്, പിന്നെ കുറച്ച് സൈസുള്ള കുട്ടികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റ് 2 ഇഞ്ച് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. നെക്ക് ഓൾറെഡി നമ്മൾ 2 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നെക്കിൻ്റെ കാര്യത്തിൽ ഒരു ഭയവും വേണ്ട. പിന്നെ ഫാൻസി ഫ്രോക്കൊക്കെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചോളം നെക്കിൻ്റെ വിടുത്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി.